അള്ളാഹുവിന്റെ റസൂലിന്റെ കഫേ അതുകൊണ്ട് കയ്യിലേക്ക് കിട്ടിയപ്പോ, എടാ സുഹരി, ഞങ്ങളെ കരളിന്റെ കഷ്ണമായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സറഫാക്കപ്പെട്ട ഉമീര്. പക്ഷേ അതുകൊണ്ട് കോമാട്ട് ചാനൽ അബ്ദുള്ളയുടെ കയ്യും കാലും മുത്താന്ന് നീ തെളിവ് പിടിച്ചു വന്നു കഴിഞ്ഞാൽ, അങ്ങനെ മുത്തിയിട്ട് കിട്ടുന്ന സുന്നിപ്പട്ടം നീയും നിന്റെ ഓളും കൂടെ അങ്ങ് വാങ്ങിയാൽ മതി. അത് ഞങ്ങളുടെ കൈ കൊണ്ട് തരണ്ട. എന്നാൽ 1-2 പ്രാവശ്യങ്ങളായി സുന്നത്ത് ജമാഅത്തുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ ബഹുമാനപ്പെട്ട അൻസാരി സുഹരി ഉസ്താദിന് ചില തെറ്റിദ്ധാരണകൾ ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. കള്ളത്തുരീകത്തുകാരെന്തെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് തെറ്റാണെങ്കിൽ മാത്രം നമ്മൾ എതിർത്താൽ മതിയല്ലോ. നമ്മൾ എതിർത്താൽ അത് നമുക്ക് വിദഗ്ധക്കാർക്ക് നമ്മെ അടിക്കാം, നാം തന്നെ ഒരു വെടി കൊടുക്കുന്നതായി മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിന്നെ കൈപിടിച്ച് മറ്റുള്ളവർ ചുംബിക്കണമെന്ന് ചിന്തിക്കല്ല, ജനങ്ങൾ നിന്നെ ബഹുമാനിക്കണമെന്ന് ആലോചിക്കല്ല. സയ്യിദന്മാരെ കൈപിടിച്ചു മുത്തും. സയ്യിദന്മാരും ആലിമീങ്ങളും ഒരിക്കലും അങ്ങനെ ഒരാളെ പിടിച്ച് മുത്തിന്ന് വിചാരിക്കുക. അത് മുത്താൻ ഇഷ്ടപ്പെടരുത്. ദീൻ കാട്ടിക്കൂട്ടാണോ നമ്മൾ? അള്ളാന്റെ ദീനിനെ പിടിച്ച് കോമാളിത്തരം കാണിക്കുകയാണോ? ഇത് ഈ നിലക്ക് വിട്ടുകൊടുത്താൽ അള്ളാഹുവിന്റെ ദീനിന്റെ ചിത്രം മാറിപ്പോകും. നല്ലതാ ഇത്തരക്കാർ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ് ഞാൻ ആരെയും ഉദ്ദേശിച്ചു പറയല്ല. പക്ഷെ പറയുമ്പോ ചിലപ്പോൾ ആർക്കെങ്കിലും കൊള്ളുന്നുണ്ടെങ്കിൽ സഹിച്ചേ പറ്റൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. യൂട്യൂബ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിലും സമസ്തക്കാരുടെ തല്ല്, ഫേസ്ബുക്ക് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിലും സമസ്തക്കാരുടെ തല്ല്, വാട്സാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അതിലും സമസ്തക്കാരുടെ തല്ല്. എന്താണിത് സംഭവം? ഞങ്ങൾ 1,900 ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിലും ഒറ്റ ആദർശത്തിന്റെ ആളുകളാണ് എന്നൊക്കെയായിരുന്നു ഈ കാലം അത്രയും സമസ്തക്കാർ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചത്. ഇപ്പോൾ ഓരോ മുസ്ലിയാക്കന്മാർക്കും ഓരോ ആദർശമാണ്. പന്നിപ്പേറ് കണക്കെ 1,900 ഗ്രൂപ്പുകളിൽ ചിലതൊക്കെ ഒരേ കൂടാരത്തിൽ തന്നെയാണെങ്കിലും ആ കൂടാരത്തിലുള്ള ആളുകൾക്ക് തന്നെ പരസ്പര വൈരുദ്ധ്യമായ ആദർശമാണ്. AP സമസ്തക്കാരുടെ അവസ്ഥ എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെയാണ് EK സമസ്തയുടെയും അവസ്ഥ. എന്നാൽ ഇതൊന്നും കൂടാത്തവരുടെ അവസ്ഥയും അതും ഇതുപോലെ തന്നെയാണ്. AP സമസ്തയിൽ നിന്നും പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വഹാബിയാണ് എന്ന് അവരുടെ കൂടാരത്തിലുള്ള വലിയ മുസ്ലിയാക്കന്മാര് തന്നെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഓരോ അല്ലാഹുവിന്റെ കൈ കൊണ്ടോ ജീരാന്തങ്ങൾ വിളിക്കുമ്പോ മാത്രം എനിക്ക് ആ പ്രശ്നം. വഹാബിയാണ് അവൻ സുന്നിയല്ല. പോരാഞ്ഞിട്ട് പേരോടിന്റെയും കാന്തപുരത്തിന്റെയും ഒക്കെ ശിഷ്യന്മാര് പുറത്തു നിന്നുകൊണ്ടും അകത്തേക്ക് വിളിച്ചു പറയുന്നതും ഇതേ ആരോപണവും അതുപോലെ തന്നെ പച്ചത്തെറികളും ഒക്കെയാണ്. മശായിഖന്മാരുടെ മതത്തോടുകൂടി സമൂഹത്തിന്റെ മുന്നിൽ ശിർക്കും കുഫറും പ്രചരിപ്പിക്കാൻ വേണ്ടി രംഗപ്രവേശനം നടത്തിയ കുരുവട്ടൂർ ശൈത്താന്മാരുടെ കാട്ടിക്കൂട്ടലുകൾക്കെതിരെ അൻസാരി സുഹരി നടത്തിയ ഒരു സംസാരം വലിയ രീതിയിൽ ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. ആദ്യമൊക്കെ കൈമുത്തിയപ്പോൾ നമ്മൾ വിചാരിച്ച് കൈമുത്തൽ കൊണ്ട് അവസാനിക്കും. കൈമുത്തൽ മതിയാകാത്തതുകൊണ്ട് പിന്നെ കാറിൽ മുത്തി. മഹാനവരുടെ കാറിൽ മുത്തിയിട്ടും മതിവരാത്ത മനുഷ്യർ പിന്നീട് ഇപ്പം കാലിൽ മുത്താൻ തുടങ്ങി. മനുഷ്യർ പ്രതലത്തിലൂടെ നടന്നു പോകുന്ന കാല്, ആ കാല് വരെ മുത്താൻ തുടങ്ങിയിട്ടുണ്ട് മനുഷ്യർ. റഹ്മാനായ റബ്ബേ, ഇതിങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെയൊക്കെ ഫിത്രത്തിൽ, നമ്മുടെയൊക്കെ ജന്മസിദ്ധമായി അള്ളാഹു ഹൃദയത്തിലൂട്ടി അജഞ്ചലമായ തൗഹീദിന്റെ ആ മാധുര്യം ഹൃദയത്തിലുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തി കാണുമ്പോൾ സ്വാഭാവികമായി നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു സംതിങ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അതല്ല, ഇതിനെയൊക്കെ ന്യായീകരിക്കാനാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എവിടെയോ വെച്ച് അള്ളാഹു കൽബിൽ കത്തിച്ചു വെച്ച ഈമാന്റെ ആ തിരുനാളം വെളിച്ചം ഒന്ന് മങ്ങിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ അസ്വസ്ഥത തോന്നുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ഈമാൻ ഉണ്ട് എന്നുള്ളതിന്റെ ലക്ഷണമായി കൊണ്ടാണ് സുഹരി ഇതിലൂടെ പറയുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അതിനെ ന്യായീകരിക്കണമെന്നാണ് നിങ്ങളുടെ മനസ്സിൽ എങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഹിദായത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന രൂപത്തിൽ തന്നെയാണ് അൻസാരി സുഹരി ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. എന്നാൽ എന്തിനേയും ഉളുപ്പില്ലാതെ ന്യായീകരിക്കാൻ വേണ്ടി രംഗപ്രവേശനം നടത്തുന്ന AP സമസ്ത കൂടാരത്തിൽ നിന്ന് തന്നെ അൻസാരി സുഹരി എന്ന കാന്തഭക്തന് ഉപദേശവുമായിക്കൊണ്ടും നിർദ്ദേശവുമായിക്കൊണ്ടുമൊക്കെ ഒരു മുസ്ലിയാർ രംഗത്ത് വന്നു. അദ്ദേഹം ഇവിടെ ഇമാം ബുഖാരി എഴുതിയ അൽ അദബുൽ മുഫ്രദ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ് കൊണ്ടുവരുന്നത്. എന്നിട്ട് അവിടെ പ്രവാചകനുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഈ പറയുന്ന കാല് പിടിച്ചു മുത്തലും അതുപോലെ തന്നെ കൈപിടിച്ചു മുത്തലും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ന്യായം കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഞാൻ പ്രത്യേകിച്ച് ഞാൻ ആ ഭാഗത്തേക്ക് ചിന്തിക്കുകയോ അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പലപ്പോഴായി ശ്രദ്ധിക്കാറോ ഇല്ല. ഉസ്താദിന്റെ ചില വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ നടക്കുന്ന കൈമുത്തലുമായി അല്ലെങ്കിൽ കാലുമുത്തലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചില തെറ്റിദ്ധാരണകളുണ്ട്. കാൽമുത്തൽ, മഹാന്മാരുടെ കാലുമുത്തൽ അനുവദനീയമാണെന്ന് മാത്രമല്ല സുന്നത്താണ് എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ബുഖാരി റളിയല്ലാഹുവിന്റെ അദബുൽ മുഫ്രദാണത്. ഇതിൽ മഹാനവറുകൾ വളരെ വ്യക്തമായ നിലക്ക് തന്നെ പറയുന്നത്, ഒരു ബാബ് തന്നെ, ഒരു ഭാഗം ഇതിനു വേണ്ടി തന്നെ
ഒരു പാഠം തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. മഹാന്മാരുടെ കൈമുത്തലും കാലുമുത്തലുമായി ബന്ധപ്പെട്ട ഒരു ബാബ് തന്നെ ഇടുന്നുണ്ട്. അതിൽ മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈമുത്തിയതിന്റെയും കാലുമുത്തിയതിന്റെയും ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യും കാലും മുത്തിയതിന്റെ ഹദീസുകൾ, അതിൽ നിന്ന് മഹാന്മാരുടെ ചരിത്ര സംഭവങ്ങൾ അതിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മളുടെ ആലിമീങ്ങൾ പലപ്പോഴായി പറയുന്നതും പറയാൻ പോകുന്ന കാര്യങ്ങളുമായതുകൊണ്ട് ഇതിനെ നമ്മൾ തന്നെ എതിർത്താൽ, ആരെങ്കിലും ഏതെങ്കിലും കള്ളത്തരീകത്തുകാരോ മറ്റോ ചെയ്യുന്നു എന്നതുകൊണ്ട് നമ്മൾ എതിർത്താൽ അത് നമുക്ക് ബിദ്അത്തുകാർക്ക് നമ്മെ അടിക്കാം, നാം തന്നെ ഒരു വെടി കൊടുക്കുന്നതായി മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ശ്രദ്ധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തിനിത് സോഷ്യൽ മീഡിയയിൽ പറയുന്നു എന്ന് ചോദിച്ചാൽ, പലരും ഈ സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് ഒരുപാട് കമന്റ് അനുകൂലിക്കുന്ന പല കമന്റുകളും അതിൽ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശത്തിന് എതിരാണ് അത് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. അൻസാരി സുഹരിക്ക് കിതാബൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ ഉസ്താദിന്റെ ഉപദേശമാണ് നമ്മൾ കേട്ടത്. ഒരു ഉളുപ്പുമില്ലാതെ മുസ്ലിയാക്കന്മാർ ചെയ്യുന്ന തോന്നിവാസങ്ങളെ ന്യായീകരിക്കുകയാണ്. ഇവിടെ മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ച് മുത്തിയിട്ടുണ്ട്, കാല് പിടിച്ച് മുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സംഭവം ഈ പറയുന്ന കീടങ്ങളുടെ കൈ പിടിച്ച് മുത്താനും കാല് പിടിച്ച് മുത്താനും തെളിവ് പിടിക്കാൻ വേണ്ടി ഒരു ഉളുപ്പുമില്ലാതെ ഇത്തരം പുരോഹിതന്മാർ വരുമ്പോൾ, എന്നാൽ ഇത്തരം ന്യായീകരണ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ മശായിഖന്മാരുടെ മതത്തോടുകൂടി സമൂഹത്തിനിടയിൽ സകല ഫിത്നയും ഫസാദും ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട അവരുടെ മൈക്കയായ തെറിയൂർ സഖാഫിക്ക് അടക്കം അൻസാരി സുഹരി പിന്നീട് മറുപടി കൊടുക്കുകയാണ്. ദോന്റെ ഉസ്താദ് ആ മാടവനെ പ്രായിട്ട് വലിയത് കേൾക്കണില്ലെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഏത് ദീൻ, അത് എന്ത് ശൂന്യവൻ? അള്ളാഹുടെ റസൂലിന്റെ കഫേ അതുകൊണ്ട് കയ്യിലേക്ക് കിട്ടിയപ്പോ, എടാ സുഹരി, ഞങ്ങളെ കരളിന്റെ കഷ്ണമായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സറഫാക്കപ്പെട്ട ഉമീര് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരിറ്റ് കഫം ഞങ്ങൾക്ക് കിട്ടുമെങ്കിൽ. ഈ തലയിക്കെട്ടുകാർ സ്വതവേ എടുക്കുന്ന ഒരു പരിപാടിയാണ്. നേരത്തെ നമ്മളൊരു ന്യായീകരണ തൊഴിലാളിയുടെ സംസാരവും നമ്മൾ കണ്ടല്ലോ. ഇവരെന്ത് പറയുമ്പോഴും അതിലൊക്കെ പ്രവാചകന്മാരെ കൊണ്ടുവരിക, സഹാബാക്കളുടെ സംഭവമൊക്കെ കൊണ്ടുവരിക, അതൊക്കെ ആരും നിഷേധിക്കുന്നൊന്നുമില്ല. എന്നാൽ ഇവിടെ സാറയെ കാണിച്ച് സൂറയെ കെട്ടിക്കുന്ന പരിപാടി എടുക്കുന്നതാണല്ലോ എല്ലാവരും എതിർക്കുന്നത്. മുസ്ലിയാക്കന്മാരെ സാധാരണ സെലഫികൾക്ക് നേരെ കാട്ടുന്ന അതേ ഏർപ്പാട് തന്നെയാണ് തെറിയൂർ സഖാഫി സുഹരിക്ക് നേരെയും നടത്തിയത്. അതുകൊണ്ട് തന്നെ അതിനെ വലിച്ചു കീറി ഭിത്തിക്കൊട്ടിക്കുകയാണ് സുഹരി ഇവിടെ ചെയ്തിട്ടുള്ളത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എന്തും ഈ കരങ്ങളിലേക്ക് കിട്ടിയാൽ ഞങ്ങളത് കയ്യിൽ സ്വീകരിക്കും, ഞങ്ങൾ ശരീരത്ത് പുരട്ടും. ഇതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു തർക്കവും പ്രശ്നവുമില്ല. പക്ഷേ അതുകൊണ്ട് കോമാട്ട് ചാലിൽ അബ്ദുള്ളയുടെ കയ്യും കാലും മുത്താന്ന് നീ തെളിവ് പിടിച്ചു വന്നു കഴിഞ്ഞാൽ, അങ്ങനെ മുത്തിയിട്ട് കിട്ടുന്ന സുന്നിപ്പട്ടം നീയും നിന്റെ ഓളും കൂടെ അങ്ങ് വാങ്ങിയാൽ മതി. അത് ഞങ്ങളുടെ കൈ കൊണ്ട് തരണ്ട. നിന്റെ മച്ചായിക്കും ചെയ്യിക്കും നീ അങ്ങ് കൊണ്ടിടന്നാൽ മതി. അതിനൊന്നും ഞങ്ങളെ വിളിക്കണ്ട. അതുകൊണ്ട് കിട്ടുന്ന സുന്നിപ്പട്ടം അങ്ങനെ ചെയ്താലേ ഈ കാര്യം ഇതുപോലെ നക്കിയെങ്കിലും മുത്തിയെങ്കിലും മാത്രമേ സുന്നിപ്പട്ടം കിട്ടിയുള്ളൂ. ആ സുന്നിപ്പട്ടം എനിക്കിതേ നീ ഇത് അവിടെ കൊണ്ടുവച്ചോ. അൻസാരി സൂരിക്ക് സുന്നിപ്പട്ടം തരാം. അൻസാരി സൂര്യനെ സുന്നിയായിട്ട് അംഗീകരിക്കും. എന്ത് ചെയ്യണം? ഇവന്റെ മച്ചായിക്കിന്റെ കാല് പിടിച്ചിട്ട് പിന്നെ എവിടൊക്കെ തടവണം, എവിടൊക്കെ മുത്തണം. നീയും നിന്റെ അവളും കൂടെ പോയി മുത്ത്. എന്റെ മച്ചായിക്കിന്റെ കാല് മുത്താൻ വന്നിരിക്കുന്നത്. അങ്ങനെ കാല് മുത്തിയിട്ടും കാല് നക്കിയിട്ട് കിട്ടുന്ന ഒരു പട്ടവും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളും കിഴക്കേക്കരയിലെ ഹബീബിക്ക ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്ത് ആദരിച്ച് ബഹുമാനിച്ച് അതിന്റെ ഭാഗമായി ചെയ്തതൊക്കെ ആ കിഴക്കേക്കരയിലെ ഹബീബിക്ക ചെയ്താൽ കാണിക്കണം. അത് നീ നിന്റെ ഒരു കൂടെ പോയി ചെയ്യടാ. അവൻ സുന്നിപ്പട്ടം തരാൻ വന്നിരിക്കുന്നത് ഓളാടുത്തുണ്ട്. തനിച്ച കാന്തഭക്തനായ സുഹരിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു സംസാരം വിടുമ്പോൾ സ്വാഭാവികമാണ് മുസ്ലിയാക്കന്മാർക്ക് വലിയ രീതിയിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞ മുസ്ലിയാര് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് വടികൊടുക്കലാകില്ലേ എന്ന രീതിയിലൊക്കെയുള്ള ന്യായങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മളുടെ ആലിമീങ്ങൾ പലപ്പോഴായി പറയുന്നതും പറയാൻ പോകുന്ന കാര്യങ്ങളുമായതുകൊണ്ട് ഇതിനെ നമ്മൾ തന്നെ എതിർത്താൽ, ആരെങ്കിലും ഏതെങ്കിലും കള്ളത്തരീകത്തുകാരോ മറ്റോ ചെയ്യുന്നു എന്നതുകൊണ്ട് നമ്മൾ എതിർത്താൽ അത് നമുക്ക് ബിദ്അത്തുകാർക്ക് നമ്മെ അടിക്കാം, നാം തന്നെ ഒരു വെടി കൊടുക്കുന്നതായി മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച ആളുകൾ ആരൊക്കെയാണ്? കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയും അതുപോലെ തന്നെ ഖലീൽ ബുഖാരി എന്ന് പറയുന്ന മുസ്ലിയാരും ഒക്കെ സ്റ്റേജിലിരുന്നു കൊണ്ട് ആളുകൾക്ക് കൈപിടിച്ച് മുത്താൻ വേണ്ടി അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന രംഗം നമ്മൾ പലപ്പോഴുമായി കണ്ടതാണ്. എന്നാൽ അൻസാരി സുഹരി ഇത്തരത്തിലുള്ള എതിർപ്പുകളുമൊക്കെ ആയി വരുമ്പോൾ ഇവരുടെ മുസ്ലിയാക്കന്മാർ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളത് അൻസാരി സുഹരിയെ പോലെയുള്ള ആളുകൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ചില രംഗങ്ങൾ കാണാം. അറബികളുടെ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ കൂട്ടുപ്രാർത്ഥന പോലും നടത്താതെ എണീറ്റ് പോയ ഒരു വിവാദ വിഷയമുണ്ട്. ആ വിവാദം നടന്ന സമയത്ത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ നടന്നു പോകുന്ന സമയത്ത് ഒരു കാന്തഭക്തൻ അദ്ദേഹത്തിന്റെ കൈപിടിച്ച് മുത്താൻ പോകുമ്പോൾ കാന്തപുരം എന്താണ് ചെയ്തു വെച്ചത്? കൈപിടിച്ച് വലിക്കുകയാണ് ചെയ്യുന്നത്.
പിന്നിൽ അറബിയുള്ളത് കൊണ്ട് തന്നെ കാന്തഭക്തൻ കൈപിടിച്ച് മുത്താൻ പോകുമ്പോൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കൈ ബാക്കോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മറ്റൊരു സ്ഥലത്ത് പോയി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തന്നെ ഒരു കസേലയിൽ ഇരുന്നു കൊണ്ട് വിദ്യാർത്ഥികളാണെന്ന് തോന്നുന്നു അവരെ കൊണ്ട് ഇദ്ദേഹത്തിന്റെ കൈപിടിച്ച് മുത്തിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. ഇനി ഇതൊക്കെ അൻസാരി സുഹരി എന്ന കാന്തഭക്തൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇതിനെക്കുറിച്ചൊന്നും ഒരക്ഷരം ഉണ്ടില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അത് പുറത്തുള്ളവർ ചെയ്താൽ മാത്രമാണ് വലിയ സബൂൽ മൂബിക്കാത്താകുക. സ്വന്തം തട്ടകത്തിലുള്ള പുരോഹിതന്മാർ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ സ്വാലിഹായ അമലായി ചിത്രീകരിക്കുകയും ചെയ്യും. അതിനൊക്കെ കൃത്യമായ ന്യായീകരണമൊക്കെ ആയി വരികയും ചെയ്യും. ഒരു സംശയവും അതിലൊന്നുമില്ല. ഇവിടെ ഒരു മുസ്ലിയാരെ ന്യായീകരിക്കുന്ന രംഗം നമ്മൾ കണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ ചോദ്യം ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അൻസാരി സുഹരി ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ച് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ കൃത്യമായി നമ്മളെ പോലെയുള്ള ആളുകൾ വന്ന് ചോദ്യം ചെയ്യും, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ചോദ്യം ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മുസ്ലിയാർ വന്ന് അൻസാരി സുഹരിക്ക് ഉപദേശവും അതുപോലെ തന്നെ ന്യായീകരണവും നടത്തിപ്പോയത്. ഇനി മറ്റൊരു രംഗം കാണാം. നമുക്ക് ഖലീൽ ബുഖാരി, സഹീൽ ബുഖാരി അല്ല ഖലീൽ ബുഖാരി എന്ന് പറയുന്ന സലാത്ത് നഗർ നടത്തി സമൂഹത്തെ പറ്റിക്കുന്ന പുരോഹിതന്റെ രംഗം കാണാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ്? ഇപ്പോൾ ഒരാളെ കണ്ട് ഒരു പ്രായമുള്ള ഒരാളെ കണ്ടു, ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ കണ്ട് അയാളെ കൈപിടിച്ച് മുത്തുകയോ ഇല്ലെങ്കിൽ അയാളെ തലയിൽ മുത്തുകയോ ഒക്കെ ചെയ്യുന്നതിനെ ഒന്നുമല്ല ഇവിടെ ഈ പറയുന്നത്. ഇവരിതൊരു വലിയൊരു ആചാരം പോലെ അനുഷ്ഠാനം പോലെ ഇങ്ങനെ ചെയ്യുകയാണ്. വലിയ സംഭവമായിക്കൊണ്ട് ചെയ്യുകയാണ്. ക്യൂ നിന്നുകൊണ്ട് ചെയ്യുകയാണ്. ഇരിക്കുന്നവൻ ആ രൂപത്തിൽ തന്നെ ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്ന രീതിയിൽ ഇരിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ മതം അനുവദിച്ച കാര്യമാണോ? ഒരിക്കലുമല്ല എന്ന് പ്രമാണങ്ങൾ പരിശോധിക്കുന്ന ഏതൊരാൾക്കും കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മതപരമായി അനുവദിക്കപ്പെട്ടതാണോ? നമുക്ക് മറ്റൊരു രംഗത്തിലൂടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കാം. പണത്തിന് വില കൽപ്പിക്കല്ല, അധികാരത്തിന് വില കൽപ്പിക്കല്ല, നിന്നെ കൈപിടിച്ച് മറ്റുള്ളവർ ചുംബിക്കണമെന്ന് ചിന്തിക്കല്ല, ജനങ്ങൾ നിന്നെ ബഹുമാനിക്കണമെന്ന് ആലോചിക്കല്ല, നീ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്മയോടെ ജീവിച്ചോ. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ തന്നെ സിംസാറുൽ ഹക്ക് ഉദവിയും ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സയ്യിദന്മാരെ കൈപിടിച്ചു മുത്തും, സയ്യിദന്മാരും ആലിമീങ്ങളും ഒരിക്കലും അങ്ങനെ ഒരാളെ പിടിച്ച് മുത്തിന്ന് വിചാരിക്കാം. അത് മുത്താൻ ഇഷ്ടപ്പെടരുത്, കൈ വലിക്കണം. പക്ഷെ ഒരാൾക്ക് അങ്ങനെ കഴിഞ്ഞില്ല. ഒരിക്കലും ഈ മുത്തുന്ന ആളെക്കാളും ഞാൻ ഉഷാറാണെന്ന് തോന്നാൻ പാടില്ല. കൈ ഇങ്ങനെ വെച്ചുകൊടുക്കാൻ മുത്തിക്കോളി എന്ന് പറഞ്ഞിട്ട് അതിനർത്ഥം എന്താ? ഞാൻ അത്രയും മുത്താൻ പറ്റിയ ആളാണെന്നല്ലേ? അതിനാണ് തസ്കിയത്തുൻ നഫ്സ് എന്ന് പറയാം. അത് ശറഇൽ പാടില്ലാത്ത വിഷയമാണ്. അത് ശറഇൽ പാടില്ലെന്നാണ്. ഓരോരുത്തരും അവനവന്റെ ഈമാനെ കുറിച്ച് പേടിക്കണം. ഞാൻ അല്ലാഹു തആല ثم رددناه اسفل سافلين, അല്ലാഹുവേ ഞാൻ പരാജയപ്പെട്ടു പോകുമോ എന്ന് പേടിക്കേണ്ടവരാണ്. മുത്തിക്കോളൂ എന്ന് പറഞ്ഞ് വെച്ചുകൊടുക്കുക. അങ്ങനെ മുത്തിക്കോളി എന്ന് പറയാ. അങ്ങനെ ചെയിൻ മുത്തല്. നമ്മൾ ഇതൊക്കെ ദീൻ കാട്ടിക്കൂട്ടാണോ? നമ്മൾ അള്ളാന്റെ ദീനിനെ പിടിച്ച് കോമാളിത്തരം കാണിക്കുകയാണോ? ഇത് ഈ നിലക്ക് വിട്ടുകൊടുത്താൽ അള്ളാഹുവിന്റെ ദീനിന്റെ ചിത്രം മാറിപ്പോകും. ഇനി വരുന്ന തലമുറ ഇതാ കണ്ടുപിടിക്കുക. നമ്മുടെ ഉസ്താദ്, നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ മുതഅല്ലിമീങ്ങൾ ഇങ്ങനെയൊക്കെയല്ലേ മുമ്പ് ചെയ്തിരുന്നത്? അത് ദീനല്ലേ? അത് ദീനല്ല. അത് ദീനല്ല. തസ്കിയത്തുൻ നഫ്സ് പാടില്ല. ഇമാം ഖസാലി തങ്ങളുടെ ഇഹ്യയെങ്കിലും ഒന്ന് ഓതുക. ഇമാം ഖസാലി തങ്ങളുടെ ഇഹ്യ ഒരു ആവർത്തി ഒന്ന് ഓതി നോക്കുക. ഖൽബൊക്കെ നന്നാവാൻ നല്ലതാ. ഇത്തരക്കാർ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ് ഞാൻ ആരെയും ഉദ്ദേശിച്ചു പറയല്ല. പക്ഷെ പറയുമ്പോ ചിലപ്പോൾ ആർക്കെങ്കിലും കൊള്ളുന്നുണ്ടെങ്കിൽ സഹിച്ചേ പറ്റൂ. ഞാൻ വിഷയം പറയാണെന്ന് മാത്രം. ഇത് പാടില്ലാത്ത വിഷയമാണ്. ഞാനൊരു ഉഷാർ ആളാണ് എന്ന് ഒരു ആലിമും ഒരു നേതാവും ഒരു സയ്യിദും അവനെ പറ്റി വിചാരിക്കാൻ പാടില്ല. അവരവരെ പറ്റി വിചാരിക്കാൻ പാടില്ല. അത് അവരുടെ സ്ഥാനം കുറക്കാനല്ല, അവരുടെ സ്ഥാനം അള്ളാഹിന്റെ അടുത്ത് ഉയരാൻ വേണ്ടിയായി പറയണത്. അല്ലെങ്കിൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും അല്ലാഹു തആല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർക്കൊക്കെയോ കൊള്ളുമെന്ന് കൃത്യമായി അറിയുന്നത് കൊണ്ട് തന്നെ സിംസാറുൽ ഹക്ക് ഉദവി അത് എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് അൻസാരി സുഹരിയിൽ നിന്ന് നമ്മൾ കണ്ടത്. ഏതായിരുന്നാലും അൻസാരി സുഹരിക്ക് ഉപദേശം കൊടുക്കാൻ വന്ന മുസ്ലിയാർ പ്രേടിച്ചത് എന്താണോ ആ കാര്യങ്ങളാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് കാണിച്ചത്. ഇവരുടെ പുരോഹിതന്മാർ തന്നെ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പുരോഹിതന്മാർ സമൂഹത്തിന്റെ മുന്നിൽ കാട്ടിക്കൂട്ടുന്ന ഒന്നും ദീനല്ല. ഇത്തരം പുരോഹിതന്മാർ സമൂഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ പലതും കാട്ടിക്കൂട്ടിയത് സമൂഹത്തെ വഞ്ചിക്കാൻ തന്നെയാണ്. ഇവരൊക്കെ വലിയ ആലിമുൽ അല്ലാമമാരാണ്. ഇവർ കഴിഞ്ഞ് ബാക്കിയൊക്കെ ഉള്ളൂ, ഇവരൊക്കെ തന്നെയാണ് ദീൻ എന്ന് പറയുന്നത് എന്ന രൂപത്തിലേക്ക് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സമൂഹത്തെ വഞ്ചിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി നിരന്തരം മുസ്ലിയാക്കന്മാർ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ കുരുവട്ടൂർ ശൈത്താന്മാർ ചെയ്തു കൂട്ടിയ അതേ പ്രവർത്തനം കാന്തഭക്തന്മാരും ഈ കാലമത്രയും ചെയ്തു വെച്ച കാര്യം തന്നെയാണ് നമ്മൾക്ക് ബോധ്യപ്പെട്ടല്ലോ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇസ്ലാമികമല്ല എന്ന് മുസ്ലിയാക്കന്മാരിൽ നിന്ന് നമ്മളത് കേൾക്കുകയും ചെയ്തു. ഇനി എന്ത് ന്യായീകരണം പറഞ്ഞും ഒരു കുബൂരി പുരോഹിതന്മാരും രംഗത്ത് വരേണ്ട
പേടിക്കേണ്ടതില്ല. നിങ്ങൾ അൻസാരി സുഹരിയുടെ വീഡിയോ ഇറങ്ങിയപ്പോൾ നിങ്ങൾ എന്തിനെയാണോ പേടിച്ചത്, ആ പേടിച്ചതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കേരളക്കരയിൽ നമ്മൾ ആദ്യമായി കാണുന്നത് കാന്തപുരം വിഭാഗത്തിൽ നിന്ന് തന്നെയാണ്. അതേ കാന്തപുരം വിഭാഗത്തിൽ നിന്ന് കിതാബോധി പഠിച്ച് അവരുടെ ശിഷ്യന്മാരായിക്കൊണ്ടൊക്കെ വളർന്നു വന്ന ഈ നൗഷാദ് ഹസനിയും അതുപോലെ തന്നെ തെറിയൂർ സഖാഫിയും ഒക്കെ കാന്തമതത്തിൽ നിന്ന് പിളർപ്പുണ്ടാക്കി അവർ വേറൊരു ടീമായി മാറുകയും സമസ്തക്കാരുടെ പഴയ നേതാക്കന്മാർ വെച്ച് പുലർത്തിയ അതേ ആശയം വെച്ച് പുലർത്തുന്ന കുരുവട്ടൂർ ശൈഖന്മാർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അന്ന് കാന്തഭക്തന്മാർ ചെയ്യുമ്പോൾ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരാണ് എതിർത്തത് എങ്കിൽ ഇന്ന് ഈ കുരുവട്ടൂർ ശൈഖന്മാരെന്നറിയപ്പെടുന്ന ആളുകൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനെ എതിർക്കാൻ വന്നത് AP സമസ്തക്കാരിൽപ്പെട്ട അൻസാരി സുഹരിയാണ് എന്നുള്ളത് വലിയ കൗതുകമുളവാക്കുന്ന കാര്യം തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമായി സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനു മാത്രം വലിയ രീതിയിലുള്ള ചർച്ചകൾ നിലവിൽ ഇതായിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പുരോഹിതന്മാർ സമൂഹത്തെ പലതും കാട്ടിയും പറഞ്ഞും പറ്റിച്ചും കൊണ്ട് ജീവിക്കുകയാണ്. ഇവിടെ അൻസാരി സുഹരിയുടെ സംസാരത്തിനിടയിൽ കൃത്യമായി പറയുന്നുണ്ട്, CM മടവൂരി എന്ന് പറയുന്ന ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ പച്ച തോന്നിവാസങ്ങൾ മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കറാമത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കള്ളക്കഥകൾ നിരന്തരം അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറയുന്ന വിഷയമാണ്. അതിപ്പോൾ അൻസാരി സുഹരിയിലൂടെ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയിലൂടെ, അതുപോലെയുള്ള മറ്റ് മുസ്ലിയാക്കന്മാരിലൂടെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരൻ, നമ്മൾ കൃത്യമായി മനസ്സിലാക്കി, ഈ പുരോഹിതന്മാർ നമ്മളെ ചതിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. അവരുടെ ലക്ഷ്യം സാമ്പത്തിക ചൂഷണം മാത്രമാണ്. അതുകൊണ്ട് അവരെ തിരിച്ചറിയുക. ഈ കുരുവട്ടൂർ ശൈത്താന്മാർ ഒരു ലോഡ് ആളുകളെയും കൊണ്ട് ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് പോയി ഇങ്ങനെ ഓരോരോ സ്ഥലത്തും പല രീതിയിലുള്ള പരിപാടികൾ നടത്തി ഇങ്ങനെ സമൂഹത്തിന്റെ ഫിത്ന ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.